നമുക്ക് അതിൻ്റെ ബാക്കി പ്രോബ്ലംസ് നോക്കാം കേട്ടോ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസിയാണ്. കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് ഫ്രീഡമാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു എക്സാമ്പിളൂടെ ഞാൻ പറഞ്ഞു തരാം. ഇത് നമുക്കൊരു ബീം തന്നിട്ടുണ്ട്. ഈ ബീമിനകത്ത് ഇവിടെ എന്താണ്, ഒരു ഫിക്സഡ് സപ്പോർട്ടാണ്, ഇവിടെ ഹിഞ്ചഡ് വിത്ത് റോളർ, ഇവിടെ ഹിഞ്ചഡ് വിത്ത് റോളർ. നമ്മൾ കൈനറ്റിക് ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിക്കാൻ ഒരു ബീമിൻ്റെ ക്വസ്റ്റ്യൻ തന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഓരോ സപ്പോർട്ടിനകത്തും എത്രത്തോളം മൂവ്മെൻറ്റ് പോസിബിളാണ് അത് കൗണ്ട് ചെയ്യുക, അത് ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ഫസ്റ്റത്തെ സപ്പോർട്ട് എന്താണ്, ഫിക്സഡ് ആണ്. ഫിക്സഡ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എന്താ, അതിന് ഹൊറിസോണ്ടലും പോസിബിൾ അല്ല, വെർട്ടിക്കൽ മൂവ്മെൻറ്റും പോസിബിൾ അല്ല, റൊട്ടേഷനും പോസിബിൾ അല്ല. അപ്പോൾ അവിടെ മൂന്ന് മൂവ്മെൻറ്റും പോസിബിൾ അല്ല. അതുകൊണ്ടാണ് അവിടെ 0 മൂവ്മെൻറ്റ് എന്ന് എഴുതിയേക്കുന്നത്. ഇത് ഹിഞ്ചഡ് വിത്ത് റോളർ നമ്മളെടുത്ത എന്താണ്, അതിന് ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് പോസിബിളാണ്, അതുപോലെ റൊട്ടേഷനും പോസിബിളാണ്. പക്ഷേ എന്ത് മാത്രമില്ല, വെർട്ടിക്കൽ മൂവ്മെൻറ്റ് പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് പോസിബിളായിട്ടുള്ള 2 മൂവ്മെൻറ്റാണ്, ഇവിടെയും 2 മൂവ്മെൻറ്റാണ്. അപ്പോൾ 0, ഇവിടുത്തെ 0, ഇവിടുത്തെ 2, ഇവിടുത്തെ 2, ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ 4 ആയിരിക്കും അതിൻ്റെ കൈനറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത്. ഇനി ഇത് ബീമിൻ്റെ കേസിൽ. ഇനി നമുക്കൊരു റിജിഡ് ജോയിൻറ്റഡ് ഫ്രെയിം ആണെങ്കിൽ കൈനറ്റിക് ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിക്കാൻ വേണ്ടി ഡയറക്റ്റ് ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി. KI = 3J - M+R. J ജോയിൻസ് ആണ്, M നമ്പർ ഓഫ് മെമ്പേഴ്സും, R റിയാക്ഷൻസിൻ്റെ എത്ര റിയാക്ഷൻസ് ഉണ്ടെന്നുമാണ്. ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്രയാണെന്നുള്ള ഡയറക്റ്റ് കിട്ടിക്കോളും. ഇക്വേഷൻ ഇട്ട് ഡയറക്റ്റ് കൊടുത്താൽ മതി. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഡിഫൈൻ ലാക്ക് ഓഫ് ഫിറ്റ്. ലാക്ക് ഓഫ് ഫിറ്റ് എപ്പോഴും യൂണിവേഴ്സിറ്റി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഏറ്റവും നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് ലാക്ക് ഓഫ് ഫിറ്റ്. ആ പേരിൽ തന്നെയുണ്ട് ഫിറ്റ് അല്ലാത്തത്. അതായത് നമ്മളൊരു സ്ട്രക്ചറൽ ഫ്രെയിം, ഒരു ട്രസ് മെമ്പർ നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് എന്തായാലും അതിന് ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ആ ലെങ്ത്തും ഒക്കെ വെച്ചിട്ട് എന്താണ് കറക്റ്റ്, അതായത് ഓരോ മെമ്പറും ഇത്ര ലെങ്ത്തിൽ വേണം നമ്മൾ പ്രീ ഡിസൈൻ ചെയ്തു. പക്ഷേ അത് ജോയിൻ ചെയ്യുന്ന സമയത്ത്, അസംബിൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അതേ ലെങ്ത്തിൽ ആ മെമ്പർ ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിളായിട്ട് നമുക്കിവിടെ ഒരു ഫിഗർ ഞാൻ കാണിച്ചിട്ടുണ്ട്. ABC എന്ന് പറയുന്നത് ഒരു ട്രസ്സാണ്. AB, BC, CB ഒക്കെ കറക്റ്റ് 4 മീറ്ററിൽ തന്നെ വേണമെന്നായിരുന്നു നമ്മൾ ഡിസൈൻ ചെയ്തത്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് BC എന്ന് പറയുന്ന ലെങ്ത് 4 മീറ്ററിന് വരെ എന്തേ ഉള്ളൂ, 3.8 മീറ്ററേ ഉള്ളൂ. അപ്പം നമുക്കെന്താ, നമ്മൾ ആഗ്രഹിച്ചത് ഇങ്ങനൊരു ഫ്രെയിമാണ്. പക്ഷേ ഇത് ലെങ്ത്ത് കുറഞ്ഞുകൊണ്ട് എന്നാൽ ഫ്രെയിം എങ്ങനെയായിട്ട് മാറും, ഇങ്ങനെ വേറെ ഷേപ്പിലേക്ക് മാറും. അതായത് നമ്മൾ ആക്ച്വലി പ്രീ ഡിസൈൻ ചെയ്ത രീതിയിലേക്ക് അതിനെ ഫിറ്റ് ചെയ്യാൻ, അസംബിൾ ചെയ്യാൻ പറ്റുന്നില്ല. അതിനെയാണ് എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ഫിറ്റ് എന്ന് പറയുന്നത്. ഈ ലാക്ക് ഓഫ് ഫിറ്റ് വരുമ്പോൾ സിംപ്ലി ഇങ്ങനെ പറഞ്ഞാൽ പോരാ, 2 കണ്ടീഷനിലും നമ്മൾ ലാക്ക് ഓഫ് ഫിറ്റ് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് കൂടി പറയണം. ലാക്ക് ഓഫ് ഫിറ്റ് ഈ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഈ ഡിറ്റർമിനേറ്റ് സ്ട്രക്ചറിൻ്റെയാണ്. അതായത് ഡിറ്റർമിനൻറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് മാത്രം മതി. ഏതൊക്കെയാണ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ്? Σfi = 0, Σfs = 0, സിഗ്മ മൊമെൻറ്റ് = 0. ഇത്തരത്തിലുള്ള സ്ട്രക്ചറുകളാണ് ഡിറ്റർമിനൻറ്റ് സ്ട്രക്ചറുകൾ. ഡിറ്റർമിനൻറ്റ് സ്ട്രക്ചറുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിനകത്ത് ലാക്ക് ഓഫ് ഫിറ്റ് വന്നാലും അത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ അസംബിൾ ചെയ്താലും അതിൻ്റെ ഉള്ളിനകത്ത് എന്തുണ്ടാവില്ല, ഒരു എക്സ്റ്റേണൽ ഫോഴ്സോ സ്ട്രെസ്സോ സ്ട്രെയിനോ ഒന്നും ഡെവലപ്പ് ചെയ്യില്ല. ഉദാഹരണത്തിന് ABBC ഈ ഒരു ഫ്രെയിം നിങ്ങൾ എടുക്കുക. ഇതിൻ്റെ BC എന്ന് പറഞ്ഞ സ്ഥലം 4 മീറ്ററിന് പകരം 3.8 ആണ്. പക്ഷെ നമ്മൾ അസംബിൾ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചപ്പോൾ അതെന്തായി, 3.8 നമ്മൾ അസംബിൾ ചെയ്തപ്പോൾ ഇങ്ങനെ വന്നു. ആക്ച്വലി സിയിലായിരുന്നു ജോയിൻറ്റ് വേണ്ടത്, പിന്നെ അത് എങ്ങോട്ടേക്ക് മാറി, C'-ലേക്കായി. എന്നിരുന്നാൽ കൂടി ഇതിനകത്തൊരു ഇൻറ്റേർണൽ ഫോഴ്സോ ഒരു സ്ട്രെസ്സോ സ്ട്രെയിനോ ഒന്നും നമുക്കിതിനകത്ത് ഡെവലപ്പ് ചെയ്യില്ല. ഇതാണ് ഡിറ്റർമിനേറ്റ് സ്ട്രക്ചറിൻ്റെ കേസിൽ. പക്ഷേ ഒരു ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ, എൻ്റെ ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ 3 ഇക്വിലിബ്രിയം ഇക്വേഷൻസ് പോരാ, അത്തരത്തിലുള്ള സ്ട്രക്ചറുകളാണ് ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചറുകൾ എന്ന് പറയാം. ഒരു ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ നിങ്ങൾ എടുക്കുകയാണ്, ആ സ്ട്രക്ചറിനകത്ത് ഇങ്ങനെ ലാക്ക് ഓഫ് ഫിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് അസംബിൾ ചെയ്യുമ്പോൾ എന്തുണ്ടാവും, ഒരു എക്സ്ട്രാ ആ മെമ്പറിനകത്തൊരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുകയും അല്ലെങ്കിൽ ഇൻറ്റേർണൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുകയൊക്കെ ചെയ്യും. ഉദാഹരണത്തിന് ഇങ്ങനൊരു ട്രസ് നിങ്ങൾ കൺസിഡർ ചെയ്യാം. ഇതൊരു ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചറാണ്. അതായത് ഇവിടെ ഫസ്റ്റ് സപ്പോർട്ടിൽ എത്ര റിയാക്ഷൻസ് ഉണ്ടാവും, 2 എണ്ണം.
ഇവിടെ എന്തുണ്ടാവും 2 എണ്ണം, ഇവിടെ 2, ടോട്ടൽ 6 റിയാക്ഷൻസും 3 ഇക്വിലിബ്രിയം ഇക്വേഷൻസുമാണ്. അപ്പോൾ ഇതെന്താണ്? ഒരു ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചറാണ്. നമുക്ക് പേര് കൊടുക്കാം എ ബി സി ഡി കൊടുത്തു. നമുക്ക് ഞാൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഈ യെല്ലോ പോർഷൻ കാണിച്ചിരിക്കുന്നത് ആ സൈഡ് എ ബി എന്ന് പറയുന്ന സൈഡ് 4 മീറ്റർ ആയിരുന്നു വേണ്ടത്, ഈ സൈഡ് 4 മീറ്റർ ആയിരുന്നു വേണ്ടത്, ഇത് 4 മീറ്റർ ആയിരുന്നു വേണ്ടത്, ഇത് 4 മീറ്റർ ആയിരുന്നു വേണ്ടത്, ഇതും 4 മീറ്റർ ആയിരുന്നു വേണ്ടത്. ജസ്റ്റ് നിങ്ങൾ അസ്യൂം ചെയ്യുക കേട്ടോ, ഇങ്ങനെയായിരുന്നു വേണ്ടത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബി സി എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ 3.5 ഉള്ളൂ എന്ന് വിചാരിക്കാം. ഈ ഒരു പോർഷൻ 3.5 ഉള്ളൂ. അതായത് ഇത്രയും പോർഷൻ ജോയിൻ ചെയ്യാതെ, ഈ പച്ച കാണിച്ചിരിക്കുന്ന ഇത്രയും പോർഷൻസ് ജോയിൻ ചെയ്യാതെ കിടക്കുവാണ്. ബാക്കിയെല്ലാം ജോയിൻ ചെയ്തു. ബാക്കി ഇതൊക്കെ നമ്മളിങ്ങനെ ജോയിൻ ചെയ്തു, ഇതൊക്കെ ജോയിൻ ചെയ്തു. പക്ഷേ ഈ ഒരു പോർഷൻ, ഈ ബി സി എന്ന് പറയുന്ന ഈ ബ്ലാക്കിൽ കാണിച്ചിരിക്കുന്ന പോർഷൻ, ഇത് ഇത്രയും ലെങ്ത്തേ ഉള്ളൂ. ബാക്കി പച്ച കളറിൽ കാണിച്ചിരിക്കുന്ന ഇത്രയും പോർഷൻ ജോയിൻ ചെയ്യാനായിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ഈ ബി സി സി ബി എന്ന് പറയുന്ന ഈ മെമ്പർ ഇതിങ്ങ് വലിച്ചിങ്ങോട്ട് നമ്മൾ ഒരു ടെൻഷൻ കൊടുക്കേണ്ട വരും ഇതിനകത്തേക്ക് ജോയിൻ ചെയ്യാനായിട്ട്. അതായത് ഇതിനകത്തേക്ക് ഒരു എക്സ്ട്രാ ഫോഴ്സ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും ഈ ലാക്ക് ഓഫ് ഫിറ്റിനെ ഒന്ന് ഓവർകം ചെയ്യാനായിട്ട്. അപ്പോൾ എന്താ, ഓൾറെഡി ഒരു ഇൻറ്റേർണൽ ഫോഴ്സ് ഇതിനകത്ത് ഡെവലപ്പ് ചെയ്യും. അത്രയേ ഉള്ളൂ. നിങ്ങൾ ഇത്ര വിചാരിക്കാം. ഡിറ്റർമിനൻറ്റ് സ്ട്രക്ചർ ആണെങ്കിൽ ലാക്ക് ഓഫ് ഫിറ്റ് നമ്മൾ സോൾവ് ചെയ്ത് അസംബിൾ ചെയ്യുമ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് ഇൻറ്റേർണൽ റെസിസ്റ്റൻസോ ഫോഴ്സോ സ്ട്രെസ്സോ സ്ട്രെയിനോ ഒന്നും ഡെവലപ്പ് ചെയ്യില്ല. പക്ഷേ ഡിറ്റർമിനൻറ്റ് സ്ട്രക്ചർ ആകുമ്പോൾ, ഇൻഡിറ്റർമിനൻറ്റ് സ്ട്രക്ചർ ആകുമ്പോൾ അത് ഡെവലപ്പ് ചെയ്യും. അടുത്തത് എന്താണ് ടെമ്പറേച്ചർ എഫക്റ്റ്? വാട്ട് ഈസ് ടെമ്പറേച്ചർ എഫക്റ്റ് ഓൺ സ്ട്രക്ചേഴ്സ്? ടെമ്പറേച്ചർ എഫക്റ്റ് ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ലാക്ക് ഓഫ് ഫിറ്റ്. ഇപ്പം നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തോന്നിയിട്ടുണ്ടാവില്ലേ, ഇപ്പം നമ്മൾ ഫസ്റ്റ് ഫിഗർ ഈ കാണിച്ചു, എന്തുകൊണ്ടായിരിക്കാം എത്ര ഡിസൈൻ ചെയ്തിട്ടാണെങ്കിലും ഇതിൻ്റെ ലെങ്ത്തിന് വേരിയേഷൻ വന്നതെന്ന്? അതിനൊരു റീസണാണ് ടെമ്പറേച്ചർ എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് എല്ലാം നമ്മുടെ ട്രസ് മെമ്പേഴ്സും എല്ലാം മെറ്റാലിക് മെമ്പേഴ്സാണല്ലോ. അപ്പം നമുക്ക് അതിനകത്തേക്ക് എന്താണ്, ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ് വരുമ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യാനും അല്ലെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ എഫക്റ്റ് വന്നുകൊണ്ട് അതിന് വേരിയേഷൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് പലപ്പോഴും എന്താണ് ഈ ലാക്ക് ഓഫ് ഫിറ്റൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത, പ്രത്യേകിച്ചും നമ്മുടെ ട്രസ് മെമ്പേഴ്സിനകത്തൊക്കെ. അതേപ്പറ്റിയാണ് നമ്മുടെ ടെമ്പറേച്ചർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി ഒരു മെമ്പറിനകത്ത്, നമ്മുടെ ഒരു മെറ്റാലിക് മെമ്പറിനകത്ത് ടെമ്പറേച്ചർ ഇഫക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ആയിരിക്കാം അതിന് ലെങ്ത്തിന് വേരിയേഷൻ വരുന്നതെന്ന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണിത്. ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു ± എൽ ആൽഫ ടി. ഇതിനകത്ത് ഡെൽറ്റ എൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ ലെങ്ത് ആണ്, എൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒറിജിനൽ ലെങ്ത്തും, ആൽഫ കോയിഫിഷ്യൻ്റ് ഓഫ് തെർമൽ എക്സ്പാൻഷനും, ടി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചറുമാണ്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ടെമ്പറേച്ചർ എഫക്റ്റ് കൊണ്ട് ആ ഒരു മെമ്പറിന് എത്രത്തോളം വേരിയേഷൻസ് ലെങ്ത്തിൽ ഉണ്ടായെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മാക്സ്വെൽസ് തിയറം ഓഫ് റെസിപ്രൊക്കേറ്റിംഗ് ഡിഫ്ലക്ഷൻ? വളരെ ഇമ്പോർട്ടൻറ്റും എപ്പോഴും ചോദിക്കുന്നതുമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആദ്യം ഇത് വായിക്കാം. മാക്സ്വെൽസ് റെസിപ്രൊക്കേറ്റിംഗ് തിയറം stated as displacement at point A due to load at point B is same as displacement at point B due to same load acting at point A. The displacement being measured in the direction of the loads. അത് ഡെഫിനിഷനിൽ തന്നെ ക്ലിയർ ആണ്. അതായത് നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കുക. എ ബി എന്ന് പറയുന്ന ഒരു ബീം നിങ്ങൾ കൺസിഡർ ചെയ്തു. അതിനകത്ത് 2 പോയിൻ്റ് ഉണ്ട്, ഒന്ന് എയും ഒന്ന് ബിയും. ഫസ്റ്റ് നമ്മൾ നോക്കുകയാണ്, ബിയിനകത്ത് നമ്മൾ പി എന്ന് പറയുന്ന ഒരു ലോഡ് നമ്മൾ ബിയിനകത്ത് അപ്ലൈ ചെയ്തു. നമുക്കറിയാം ഒരു ബീമിനകത്ത് ലോഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താ, എൻറ്റയർ ബീമിനായിരിക്കും ഡിഫ്ലക്ഷൻ വരുന്നത്. ഇപ്പം നമ്മൾ ബി എന്ന് പറയുന്ന പോയിന്റിൽ പി എന്ന് പറയുന്ന ലോഡ് അപ്ലൈ ചെയ്തു, അപ്പോൾ എൻറ്റയർ ബീമിന് ഡിഫ്ലക്ഷൻ വന്നു. നമ്മൾ നോക്കേണ്ടത് ഇത്ര മാത്രമാണ്, എയുടെ കീഴിലുണ്ടായ ഡിഫ്ലക്ഷൻ എത്രയാണെന്ന് നോക്കുക. അതായത് ബിയിൽ ഒരു ലോഡ് അപ്ലൈ ചെയ്തത് കൊണ്ട് എയിലുണ്ടായ ഡിഫ്ലക്ഷൻ എത്രയാണെന്ന് നോക്കുക. ഇതേ സെയിം ലോഡ് തന്നെ പിന്നീട് എന്ത് കൊടുക്കണം, എയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക, എന്നിട്ട് ബിയുടെ ഡിഫ്ലക്ഷൻ
നിങ്ങൾ നോക്കുക. ബിയിൽ ആ എയിൽ ലോഡ് കൊണ്ട് ബിയിലുണ്ടാകുന്ന ഡിഫ്ലക്ഷൻ നോക്കുക. രണ്ടും സെയിം ആയിരിക്കുമെന്നാണ് നമ്മുടെ ഈ തിയറം പറയുന്നത്. ഒന്നുകൂടി പറയാം. ഒരു ബീമിൽ 2 പോയിൻ്റ് ഉണ്ട്, എയും ബിയും. അതിനകത്ത് ബി എന്ന് പറയുന്ന പോയിൻ്റ് നമ്മൾ പി എന്ന് പറയുന്ന ഒരു ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എയുടെ പോർഷനിലും ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാവും. അതേ ഡിഫ്ലക്ഷൻ തന്നെയായിരിക്കും സെയിം പീനെ നമ്മൾ തിരിച്ചു കൊണ്ടുവന്ന് എയിലേക്ക് വെക്കുമ്പോൾ ബിയിലുണ്ടാകുന്ന ഡിഫ്ലക്ഷന്. അത്രയേ ഉള്ളൂ ആ തിയറം പറയുന്നത്. വൃത്തിക്ക് ആ ഡെഫിനിഷൻ അങ്ങനെ തന്നെ ഡെഫിനിഷനായിട്ട് എഴുതുക. അതുപോലെ തന്നെ ഫിഗറും വരയ്ക്കുക. അടുത്തതാണ് ബെറ്റീസ് തിയറം. ബെറ്റീസ് തിയറം ഏകദേശം മാക്സ്വെൽസിൻ്റെ റെസിപ്രോക്കേറ്റിംഗ് തിയറം പോലെ തന്നെയാണ് പറയണത്. അതിന് മുന്നേ ബെറ്റീസ് തിയറം പറയുന്നതിന് മുന്നേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഫോഴ്സ് ഇൻറ്റു ഡിഫ്ലക്ഷൻ ആണ്. ഇനി ഇതുപോലെ തന്നെ ഒരു ബീം നമ്മൾ കൺസിഡർ ചെയ്തു. എ ബി എന്ന് പറയുന്ന ഒരു ബീം നമ്മൾ കൺസിഡർ ചെയ്തു. എ ബി അല്ല, വേറെ പേര് കൊടുത്തോളൂ. ഇത് പി ക്യൂ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇതൊരു ബീമാണെന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ആ ബീമിനകത്ത് ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്. ഈ ബ്ലാക്ക് ഡോട്ട് ഇട്ട ഒരു പോയിൻ്റാണ് എ. ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട് ബി എന്ന് പറയുന്ന അടുത്ത പോയിൻ്റ് ഉണ്ട്. ഈ പോയിൻ്റ് എ, ഈ പോയിൻ്റ് ബി. ഇനി ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ എ പോയിന്റിൽ പി എന്ന് പറയുന്ന ഒരു ലോഡ് നമ്മൾ അപ്ലൈ ചെയ്യണം. പി എന്ന് പറയുന്ന ലോഡ് അപ്ലൈ ചെയ്യാണ്. അതുമാതിരി തന്നെ ബിനകത്ത് ഓൾറെഡി ഒരു ലോഡുണ്ട്. എന്ത്? ക്യൂ എന്ന് പറയുന്ന വേറൊരു ലോഡ് കൂടി ഉണ്ട്. അപ്പോൾ ഒരു ബീം എടുത്തു. ബീമിൽ 2 പോയിൻ്റ്, ഒരു പോയിന്റിൽ പി എന്ന് പറയുന്ന ലോഡും അടുത്ത പോയിന്റിൽ എന്തുണ്ട്? ക്യൂ എന്ന് പറയുന്ന വേറൊരു ലോഡും ഉണ്ട്. ഇനി ഫസ്റ്റ് നമ്മൾ എയിലെ പി എന്ന് പറയുന്ന ലോഡ് കൺസിഡർ ചെയ്യുക. മറ്റേ ക്യൂ എന്നുള്ള ലോഡിൻ്റെ എഫക്റ്റ് ഇപ്പോൾ കൺസിഡർ ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ എയിൽ പി എന്ന് പറയുന്ന ലോഡുണ്ട്. അപ്പോൾ അതുവഴി ഇങ്ങനെ ഒരു ഡിഫ്ലക്ഷൻ വരുന്നുണ്ട്. ഈ പി എന്ന് പറയുന്ന എയിൽ അപ്ലൈ ചെയ്ത ലോഡ് കൊണ്ട് ബി എന്ന് പറയുന്ന പോയിൻ്റുണ്ടാകുന്ന ഡിഫ്ലക്ഷനാണ് ഞാനിപ്പോൾ ഈ ഡാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഡിഫ്ലക്ഷനെ നമുക്ക് ഇങ്ങനെ പേര് വിളിക്കാം, ഡെൽറ്റ പി ബി. ദാറ്റ് മീൻസ് പി എന്ന് പറയുന്ന ലോഡ് കൊണ്ട് ബിയിലുണ്ടാകുന്ന ഡിഫ്ലക്ഷൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ബിക്ക് കീഴിൽ എയിൽ പി എന്ന് പറയുന്ന ലോഡ് അപ്ലൈ ചെയ്തുകൊണ്ടുള്ള ഡിഫ്ലക്ഷൻ കിട്ടി, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടി. അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണ്? ക്യൂ ആണ് അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. അപ്പോൾ അവിടുത്തെ വർക്ക് ഡൺ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റും? ഫോഴ്സ് അല്ലേ? ഫോഴ്സ് എന്ന് പറയുന്ന അവിടുത്തെ ഫോഴ്സ് ക്യൂ ആണ്. അവിടുത്തെ ഡിഫ്ലക്ഷൻ എന്താണ്? ഡെൽറ്റ പി ബി ആണ്. ഇതാണ് ഈ ഒരു ബിയിനകത്തുള്ള എന്താണ് വർക്ക് ഡൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് വേറെ ഒന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് ബിയിൽ എന്താണ്? ക്യൂ എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ട് അല്ലേ? ക്യൂ എന്ന് പറയുന്ന ഫോഴ്സ് നമുക്ക് എന്താണ്? ബിയിനകത്തുണ്ട്. അതുകൊണ്ടും എന്താണ്? ഈ ബീമിലൊരു ഡിഫ്ലക്ഷൻ വരും. അപ്പോൾ ബിയിലുള്ള ഈ ക്യൂ എന്ന് പറയുന്ന ഫോഴ്സ് കൊണ്ട് എക്ക് കീഴുണ്ടാകുന്ന ഡിഫ്ലക്ഷനാണ് ഞാൻ ഈ ഡാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഡിഫ്ലക്ഷൻ്റെ പേര് ഡെൽറ്റ ക്യൂ എ എന്ന് നമുക്ക് കൊടുക്കാം. അതായത് ക്യൂ എന്ന് പറയുന്ന ഫോഴ്സ് കൊണ്ട് എയിലുണ്ടായ ഡിഫ്ലക്ഷൻ. അപ്പോൾ ഇവിടുത്തെ ഡിഫ്ലക്ഷൻ നമുക്ക് കിട്ടി. അവിടുത്തെ ലോഡ് നമുക്കറിയാം എത്രയാണ്? പി എന്നാണെന്നറിയാം. അപ്പോൾ അവിടുത്തെ വർക്ക് ഡൺ എന്തായിരിക്കും? വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ലോഡ് പി ഇൻറ്റു വർക്ക് ഡൺ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഡെൽറ്റ ക്യൂ എ. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇവിടുത്തെ വർക്ക് ഡൺ കിട്ടും. അതായത് 2 വർക്ക് ഡണ്ണും ഈക്വൽ ആയിരിക്കും എന്നാണ് നമ്മുടെ എന്താണ് ബെറ്റീസ് തിയറം പറയുന്നത്. അതായത് ഒരു ബീമുണ്ട്, ഒന്നുകൂടി പറയാം. ഒരു ബീമുണ്ട്. ബീമിൽ 2 പോയിൻ്റ് എ ആൻഡ് ബി. എയിനകത്ത് പി എന്ന് പറയുന്ന ലോഡും ബിയിനകത്ത് ക്യൂ എന്ന് പറയുന്ന ലോഡും ആക്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് എയിൽ വരുന്ന പി എന്ന് പറയുന്ന ലോഡ് കൊണ്ടുണ്ടാകുന്ന ബിയിലെ ഡിഫ്ലക്ഷനാണ് ഡെൽറ്റ പി ബി എന്ന് പറയുന്നത്. ബിയിലെ വർക്ക് ഡൺ എന്ന് പറയുന്നത് ബിയിൽ ആക്ട് ചെയ്യുന്ന ക്യൂ എന്ന് പറയുന്ന ഫോഴ്സ് കഴിഞ്ഞിട്ട് ഇപ്പോൾ കിട്ടിയ ഈ ഡിസ്പ്ലേസ്മെൻറ്റ്. അതേ രീതിയിൽ തന്നെ ബിയിൽ വരുന്ന ക്യൂ എന്ന് പറയുന്ന ലോഡ് കൊണ്ട് എയിലുണ്ടാകുന്ന ഡിഫ്ലക്ഷനാണ് എന്തെന്ന് പറയുന്നത്? ഡെൽറ്റ ക്യൂ എ എന്ന് പറയുന്നത്. എയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് പി ആണ്. അപ്പോൾ ആ ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റൻസോട് ഫോഴ്സോട് മൾട്ടിപ്ലൈ ചെയ്താൽ അവിടുത്തെ വർക്ക് ഡണ്ണും കിട്ടും. 2 വർക്ക് ഡണ്ണും ഈക്വൽ ആയിരിക്കും. ഇതാണ് ബെറ്റീസ് തിയറം പറയണത്.